അല്ല ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ട് ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡം ആയിട്ടിരിക്കില്ല. MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ടോ എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. നോക്കേട്ടാ, അത് വണ്ടി തുറന്നത് കണ്ടിട്ടുണ്ട്. ഒരു മന്ത്രി വണ്ടി തുറന്നിട്ടോ? നീ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടി തുറക്കാനാ പറഞ്ഞു, ജസ്റ്റ് ഓപ്പൺ ചെയ്യാനല്ല. ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ പെട്ടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. ജസ്റ്റ് അല്ല ഇപ്പൊ ചെയ്യണ്ടേ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മേലെ നോക്കിയാൽ കാണും, മേലെ നോക്കിയാൽ കാണും. എല്ലാം തുറന്നിട്ട് വെച്ചാൽ നിർബന്ധമുണ്ട് പെട്ടി തുറക്കണം. നിങ്ങൾ നാളെ വേറെ വല്ലതും പറഞ്ഞാൽ നീ പെട്ടി തുറക്കുന്ന റെക്കോർഡ് ചെയ്യുമോനെ. നീ ഇമ്മരൊക്കെ നാളെ എന്തെങ്കിലും സ്വഭാവം വെച്ചിട്ട് എന്താ പറയാന്നറിഞ്ഞു. അതിലേക്ക് സ്വഭാവം നീതിനിർമ്മാണത്തിന്റെ ആത്മാർത്ഥ ഉള്ളതുകൊണ്ടിപ്പോൾ അത് കണ്ടറിയാലോ. ഇവിടെ എത്ര CPM MLA-മാരുടെ വണ്ടികൾ ഇതുവരെ ഒരെണ്ണം തുറന്നിട്ടുണ്ടോ? ഒരു മന്ത്രിയുടെ വാഹനത്തിൽ കടഞ്ഞിട്ടുണ്ടോ? വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ? അല്ല അതല്ല, എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലേ? നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുക. പോലീസുകാരൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും. MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതലേ പരിശോധനയുണ്ട്. പോളിംഗ് ഡേ വരെ പരിശോധനയുണ്ട്. 19-ാം തീയതി ഈവനിംഗ് വരെ ഉള്ള പരിശോധനയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സെലക്റ്റീവായ പരിശോധനയല്ല, എല്ലാ വാഹനവും പരിശോധിക്കും. സെലക്റ്റീവ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുള്ളൂ. നോർമൽ കണ്ടീഷനിൽ വാഹനം തുറന്ന് പരിശോധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. ഇന്നിപ്പോ രാവിലെ K. രാധാകൃഷ്ണൻ MP-യുടെ പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ വഹാബ് MP-യുടെ വാഹനവും പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ വാഹനം പോയത് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിക്കുന്നുണ്ട്. എല്ലാ വാഹന ഉടമകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇന്നുവരെ ആരും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ട് വരാം. ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായി സ്വീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതിനാ താൻ തോന്നി കളിക്കുകയാണ്.